ഹായ്, സ്നേഹക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫൗസിയ ഹംസ, നീലഗിരി. ഫുഡ് ഉൾപ്പെടെയുള്ള ഏതൊരു പരിപാടികളിലും മുൻപന്തിയിൽ നിന്നിരുന്ന ബിരിയാണിയെ പിന്നിലാക്കി മുൻപന്തിയിൽ സ്ഥാനം പിടിച്ച അറബികളുടെ സ്വന്തം മന്തി റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതും ഞങ്ങളുടെ നാട്ടിലെ മന്തി മാസ്റ്ററായ റഫീഖ് എന്ന കുട്ടിയുടെ സ്പെഷ്യൽ മന്തിയുടെ റെസിപ്പിയും കൂടിയാണിത്. റൈസിൻ്റെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ചിക്കനും വേണമെന്നുള്ളത് കൊണ്ട് തന്നെ 6 കിലോ അരിക്ക് 10 കിലോ സ്കിന്നോട് കൂടിയ ചിക്കനാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത്. ഇനി ചിക്കനിലേക്ക് വേണ്ടുന്ന മസാലകൾ റെഡിയാക്കാം. പച്ചമല്ലി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നല്ല ജീരകം, തക്കോലം ഇവയെല്ലാം നന്നായി പൊടിച്ചെടുക്കുക. ഇനി മസാലയ്ക്ക് വേണ്ടുന്ന ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇവയെല്ലാം ഒന്ന് അരച്ചും വെക്കുക. മസാല തയ്യാറാക്കാനുള്ള ചെമ്പിലേക്ക് ഓയിലൊഴിച്ച് മാഗി ക്യൂബ്സും പൊടിച്ചെടുത്ത മന്തി മസാലയും അരച്ചെടുത്ത കൂട്ടും വലിയ ഉള്ളിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് എരിവ് വേണ്ടുന്നവർക്ക് അല്പം മുളക് പൊടിയും റെഡ് കളറും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സ്കിന്നോട് കൂടിയ ചിക്കനാണ് മന്തിക്ക് ഏറ്റവും നന്നായിരിക്കുക. ഇനി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും കുരുമുളക് പൊടിയും ചേർത്തിളക്കുക. ഇനി അടച്ചു വെച്ച് ചിക്കൻ പകുതി വേവാവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതേ സമയം തന്നെ റൈസിന് വേണ്ടി വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പച്ചമല്ലി, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ഉണങ്ങിയ നാരങ്ങ, പച്ചമുളക്, പാകത്തിന് ഉപ്പും ചേർത്ത് റൈസ് വേറിട്ട് നിൽക്കാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളരി പൊട്ടുന്ന പാകമായാൽ റൈസ് കോരി ചിക്കനിലേക്ക് വിതറിയിട്ട് കൊടുക്കുക. ആദ്യം കോരിയിടുന്ന റൈസിനേക്കാൾ വേവ് കൂടുതലായിരിക്കും പിന്നീടിട്ട് കൊടുക്കുന്നത്. ഏറ്റവും മുകളിൽ വരുന്ന റൈസ് അടിയിലിട്ട റൈസിനേക്കാൾ വേവ് കൂടുതലായിരിക്കും. ഇതാരും അത്ര ശ്രദ്ധിക്കുന്ന കാര്യമല്ല. ഇനി വെള്ളത്തിലുള്ള പച്ചമുളക്, ഏലക്കായ, നാരങ്ങ ഇവയെല്ലാം ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ റൈസ് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം ചെറിയൊരു പൊടിക്കായി കൂടെ ചേർത്തിട്ടുണ്ട്. ഒരൽപ്പം കിസ്മിസ് എടുത്ത് ഈ ചോറിലേക്ക് വിതറിക്കൊടുക്കാം. ഇനി ഈ റൈസിൻ്റെ മേലെ ഒരൽപ്പം യെല്ലോ കളർ കൂടെ ചേർത്ത് സ്മോക്കും കൂടെ വെച്ച് ഒരു തുണിയോ മാവോ വെച്ച് നന്നായി അടച്ച് ദം ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് മസാലയിൽ നിന്നും പാതി വെന്ത ചിക്കൻ എടുത്ത് റൈസിൻ്റെ മുകളിൽ നിരത്തി വെച്ച് ദം ചെയ്തെടുത്താലും മതി. ഇനി അടച്ചു വെച്ച തട്ടിൻ്റെ മേലെ കുറച്ച് കണൽ കൂടെ കോരിയിട്ട് കൊടുക്കാം. ഇതുപോലൊരു മന്തി നിങ്ങളും തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.